ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുമുൻപിലായിരിക്കുന്ന ഈ പൂജ്യ നിമിഷങ്ങളിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിന്നെ ആഗ്രഹിക്കുന്നു ഈശോയെ. ആഗ്രഹിക്കാൻ മാത്രമേ ഞങ്ങളുടെ ക്ഷീണിതമായ ഹൃദയങ്ങൾക്ക് കഴിയുന്നുള്ളൂ തമ്പുരാനെ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കാവതില്ല, നിന്നോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, ആരാധിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല തമ്പുരാനെ.
ആഗ്രഹിക്കാൻ മാത്രമേ ആകുന്നുള്ളൂ. വിഷാദത്തിൻ്റെ ആഴച്ചുഴികളിൽ ഞങ്ങളുടെ ഉഴലുമ്പോൾ തമ്പുരാനെ, ഞങ്ങളുടെ വേദന നീ അറിയുന്നല്ലോ, ഞങ്ങളുടെ ആഗ്രഹം നീ കാണുന്നല്ലോ. ആഗ്രഹിക്കുന്നു ദൈവമേ, ആഗ്രഹിക്കുന്നു ഈശോയെ, ആഗ്രഹിക്കുന്നു നാഥ, ആഗ്രഹിക്കുന്നു. ഈശോയെ, നിന്റെ സന്നിധിയിൽ ഇതാ ഞാൻ നിൽക്കുന്നു. സംസാരിക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. നിന്നോട് ചേർന്നിരിക്കാനായിട്ട് വേണ്ട വിധം പറ്റുന്നില്ല. തളർന്ന ഹൃദയങ്ങളും അതിലേറെ തളർന്ന മനസ്സുമായി ഈശോയെ, നിന്റെ മുൻപിൽ ഇതാ ഞാൻ. നീ എന്നെ സ്വീകരിക്കില്ലേ? ആരൊക്കെ എന്നെ കൈവിടിഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, നീ എന്നെ അറിയുന്നു, നീ എന്നെ സ്വീകരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈശോ. കരയാൻ പോലും കഴിയുന്നില്ല, തുറന്നു പറയാൻ പോലും ആരുമില്ല ഈശോയെ. പക്ഷെ നീ എല്ലാം അറിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും തമ്പുരാനെ, ദിവ്യകാരുണ്യ ഈശോയെ, വാക്കുകളില്ലാതെ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ നീ. യെശയ്യാപ്രവചനം 65:24 ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരരെ, നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ഈ ഒരു വചനത്തില്. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. പ്രാർത്ഥിക്കാനാകാത്ത തളർന്ന അവശമായ നിന്റെ ഹൃദയത്തെയും ശരീരത്തെയും ഈശോ കാണുന്നുണ്ട്, ഈശോ അറിയുന്നുണ്ട്, ഈശോ നിന്നെ തൊടുന്നുണ്ട്. വിഷമിക്കേണ്ട, നിനക്ക് പ്രാർത്ഥിക്കാനാകുന്നില്ലെന്നോർത്ത് ഇന്ന് ഈശോ പറയുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന ഹൃദയത്തിൽ ഉയരും മുൻപേ അത് കേൾക്കുന്നവനാണ് തമ്പുരാൻ. ഈശോയെ, നിന്റെ മുൻപിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഉള്ളു നിറയെ ശൂന്യതയാണ് തമ്പുരാനെ. എന്തിനാണ് ജീവിക്കുന്നതെന്ന ചിന്തയാണ് തമ്പുരാനെ. ഈ ജീവിതവും ഈ ആയുസ്സും അർത്ഥശൂന്യമായി പോയോ എന്ന ആശങ്കയാണ് പൊന്നു തമ്പുരാനെ. നീ അറിയുന്നില്ലേ? പ്രാർത്ഥിക്കാൻ താല്പര്യം തോന്നില്ല, ആകുന്നില്ല. പുറമേ ഞങ്ങൾ ചിരിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയം കരയുക. പുറമേ ഞങ്ങൾ സന്തോഷവാന്മാരും സന്തോഷവതികളുമായി അഭിനയിക്കുകയാണ്. ഹൃദയത്തിന്റെ തേങ്ങൽ നീ കാണുന്നുണ്ടല്ലോ ഈശോയെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്നു എന്നുള്ള ചിന്ത ഞങ്ങളുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈശോയെ, വേദനയാൽ ഉഴലുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ സ്വീകരിക്കണമേ. സകല വേദനകളോടും കൂടെ ഈശോയെ നിന്റെ മുന്നിൽ വന്നിരിക്കാൻ, ഒരു നിമിഷം നിന്നോട് സംസാരിക്കാൻ, ഒരു നിമിഷം നിന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ് തമ്പുരാനെ. ഒരു നിമിഷം നിന്റെ കൂടെ ഇരുന്നിക്കാൻ ആഗ്രഹിക്കുന്നു പൊന്നു തമ്പുരാനെ. ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്നു പങ്കിടാൻ ദാഹം. ഒരു നിമിഷം യേശുവിൻ മുൻപിൽ
കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥാ നീ മാത്രം എന്നെ കാത്തിരുന്നിതുവരെ. ഹൃദയം കൊണ്ട് നമുക്ക് പാടാം. ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങളിൽ. ഒരു നിമിഷം ഈശോ നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നിൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സ് തുറന്നു പങ്കിടാൻ ദാഹം. ഒരു നിമിഷം നിൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സ് തുറന്നു പങ്കിടാൻ ദാഹം. കാൽവരിയിലെ കുരിശിന്റെ വെരിമാറിൽ ഒരു വലിയ മുറിവ് പോലെ കിടന്നുകൊണ്ട് അപ്പാ അപ്പാ ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ അപ്പ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് കരഞ്ഞവനെ, ഗത്സമനിയിലെ ആ രാത്രിയിൽ രക്തം വിയർത്തുകൊണ്ട് ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചവനെ, ഞങ്ങളുടെ വേദന നീ അറിയുന്നെന്ന് ഞാൻ മനസ്സിലാക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായി, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായി എന്ന് പറഞ്ഞ തമ്പുരാനെ, നിന്നെപ്പോലെ ഞങ്ങളെ മനസ്സിലാക്കാൻ ആർക്കു പറ്റും? നിന്നെപ്പോലെ ഞങ്ങളെ അറിയാൻ ആർക്കു പറ്റും? വിഷാദത്തിൻ്റെ ചുഴികളിൽ ഉഴലുന്ന ഞങ്ങളെ നീ അറിയുന്നല്ലോ തമ്പുരാനെ. ഞങ്ങളുടെ അഴലുകൾ നീ കാണുന്നല്ലോ. എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് അരുളി ചെയ്ത തമ്പുരാനെ, ഞങ്ങളുടെ വേദനകളെ നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ തനിച്ചല്ലെന്ന് ഞങ്ങൾ അറിയുന്നു തമ്പുരാനെ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈശോ തനിച്ചാക്കി പോകുന്നവനല്ല, കൂടെ ഇരിക്കുന്നവനാ, കൂട്ടിരിക്കുന്നവനാ എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സങ്കീർത്തനം 34:18, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയാണ്, മനമുരുകിയാണ് ഈശോയെ നിൻ്റെ മുന്നിൽ ഇന്ന് വന്നിരിക്കുക. ഞങ്ങളെ അറിയുന്നവനെ, ഞങ്ങളെ മനസ്സിലാക്കുന്നവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യെശയ്യാ 42:3, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. ഈശോ, ഞങ്ങളുടെ ജീവിതം ചതഞ്ഞ ഞാങ്ങണ പോലെയും പുകഞ്ഞ തിരി പോലെയോ ആർക്കും വേണ്ട എന്നുള്ള തോന്നല ഈശോയെ ഉള്ളു മുഴുവൻ. ജീവിച്ചിട്ട് കാര്യമില്ലെന്നുള്ള ചിന്തകളാ തമ്പുരാനെ തലയ്ക്കകത്ത് മുഴുവൻ. ഈശോ, എങ്കിലും നിനക്ക് ഞങ്ങളെ വേണമെന്നും നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ആരോഗ്യമുള്ളവരെയും ബുദ്ധിമാന്മാരെയും കഴിവുള്ളവരെയും പ്രതിഭകളെയും തേടി വന്നവനല്ലല്ലോ ഈശോയെ നീ. രോഗികളെയും പാവപ്പെട്ടവരെയും അന്ധരെയും ബലഹീനരെയും തളർവാദ രോഗികളെയും പാപികളെയും വേശ്യകളെയും തേടിയെന്നവനല്ലേ നീ. ഈശോയെ, നിന്റെ മുന്നിൽ എനിക്ക് വിലയുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഈശോ ഈ അരുളിക്കായിൽ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരിക. നിന്റെ ജീവിതത്തിലേക്ക് പെയ്യുന്ന കണ്ണീരിൻ്റെ
മഴ ദൈവം അറിയുന്നുണ്ട്. ഈ കണ്ണീർ മഴകൾ ഒരിക്കലും തോരാതിരിക്കുന്നില്ലെന്ന് ഈ ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നുണ്ട്. നിനക്ക് വേണ്ടി മാത്രം, നിന്നെ അറിയുന്ന, നിന്റെ ഉള്ളം കാണുന്ന, നിന്റെ കണ്ണീരിനെ കുപ്പിയിൽ ശേഖരിക്കുന്ന, നിന്റെ ഹൃദയത്തെ ഒരു വാക്കുപോലും പറയാതെ മനസ്സിലാക്കുന്ന ഈശോ ഇന്ന് നിന്നോട് പറയുന്നുണ്ട്, കരയല്ലേ, വേദനിക്കല്ലേ, തളർന്നു പോകല്ലേ, ആശങ്കപ്പെടല്ലേ, മരണത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ. കാരണം തോരാത്ത മഴകളില്ല, തീരാത്ത വേദനകളില്ല, ഉണങ്ങാത്ത മുറിവുകളില്ല. തിരിച്ചു വരാൻ പറ്റാത്ത വിധം ആരും അകന്നു പോയിട്ടുമില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കണ്ണീരിൻ്റെ ആഴക്കടലിൽ തമ്പുരാനെ, ജീവിതമാകുന്ന ഞങ്ങളുടെ ചെറു തോണിയിൽ നീ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിന്റെ ശാസനയ്ക്ക് മുന്നിൽ അടങ്ങാത്ത കൊടുങ്കാറ്റില്ല, ഒടുങ്ങാത്ത പേമാരിയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ശാന്തമാക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്വസ്ഥമാക്കണമേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:12. അപ്പോൾ കൊടുങ്കാറ്റടിച്ചു, കൊടുങ്കാറ്റിൽ ദൈവമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഭൂകമ്പമുണ്ടായി, ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി, അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം ഞാൻ കേട്ടു. തമ്പുരാനെ, നിശബ്ദതയുടെ ആഴങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുന്നവനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കുന്നവനെ, നിനക്ക് സ്വസ്തി. സങ്കീർത്തനം 46:10. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഒരു നിമിഷം സ്വസ്ഥമാകാം, ഒരു നിമിഷം ശാന്തമാകാം. ജീവിതമാകുന്ന ചെറുതോണിയുടെ അമരത്ത് തമ്പുരാനുണ്ടെന്നറിയുക. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാ. തിരമാലയിൽ ഈ ചെറുതോണിയിൽ
ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നത്, നീ ഉപയോഗശൂന്യനല്ല, നീ ആർക്കും വേണ്ടാത്തവനല്ല, നീ മൂല്യമില്ലാത്തവനല്ല. ദൈവസന്നിധിയിൽ നീ അമൂല്യനാണ്, അമൂല്യാണ്. യെശയ്യാ 43:1 വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. യെശയ്യാ പ്രവചനം 49:15 പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. സങ്കീർത്തനം 139:14 ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മെ അത്ഭുതകരമായി സൃഷ്ടിച്ച പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന, ആരൊക്കെ എന്നെ വിലമതിച്ചില്ലെങ്കിലും എന്നെ സ്വന്തം മകനെന്നും മകളെന്നും വിളിച്ച് മാറോട് ചേർക്കുന്ന തമ്പുരാൻ്റെ മുന്നിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുക്കാം. ഈശോ നൽകുന്ന ഒരു വലിയ ഉറപ്പോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഈശോയെ, നീ തരുന്ന ഈ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. നീ തരുന്ന ഈ ബലം ഞങ്ങളുടെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുക്കാം. പ്രതീക്ഷയുള്ളവരായി, പ്രശാന്തതയുള്ളവരായി നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകട്ടെ. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ ഭക്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാപ്പം നീ നിത്യമഹോന്നതമാപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുത